ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല ചൂട് ചായക്കൊപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കിടിലൻ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായി ഈ സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഒരു 2 മുട്ടയൊന്ന് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുവാണേ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളമുള്ള ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓർഗാനോ ആണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്ക് മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ബ്രെഡിനെ ഇതേപോലെ ഒന്ന് 3 പീസസ് ആയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ കണ്ടോ, നല്ല രീതിയിൽ ഒരു 3 പീസസ് ആയിട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്നത് ഇതേപോലെ ഒന്ന് മുറിച്ച് വെക്കാം. ഇപ്പോൾ ഇവിടെയെല്ലാം ഞാനൊന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ആ ബ്രെഡിൻ്റെ ഒരു പീസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ആ മുട്ടയുടെ ആ ഒരു മിക്സില്ലേ അതിലേക്ക് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്ത് ഒരുപാട് നേരം ഡിപ്പ് ചെയ്ത് വെക്കരുത്, വേഗം ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് ആ ഒരു ബ്രെഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സ്നാക്സ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന ആ ഒരു ബ്രെഡ് കൊണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. വെച്ചു പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി കിടക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രെഡ് ഓരോന്നായിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നല്ല രീതിയിൽ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കണേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ആ 2 സൈഡും നല്ല രീതിയിൽ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാമേ. ഇപ്പോൾ കണ്ടോ, നമ്മൾ എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ സ്നാക്ക് നല്ല അടിപൊളി സ്നാക്കാണ്. കുറച്ച് മയണൈസും കെച്ചപ്പും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി സ്നാക്കാണ്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യണം. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ മയണൈസും അതേപോലെ തന്നെ കെച്ചപ്പും ഒക്കെ കൂട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചായയുടെയൊക്കെ കൂടെ കൊടുത്ത് അവരും വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.